ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിൽ 26ാമത്തെ ഞായറാഴ്ച. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈ സുവിശേഷ ഭാഗത്തിന്റെ പ്രത്യേകത, ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമയാണ്. ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ഇവിടെ വളരെ വിശദമായിട്ട് ഈശോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാപത്തെക്കുറിച്ച് പറയുകയാണ്. എനിക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഈ ഒരു സുവിശേഷഭാഗം വായിച്ചായിട്ട് പിന്നെ യാദൃശ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഒരു കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സംഭവം ഇങ്ങനെയാണ്. കൊല്ലം പാരിപ്പള്ളി മുക്കടയിൽ വീതി കുറഞ്ഞ ഒരു സർവീസ് റോഡിൽ മീൻ വിൽപ്പനക്കാരന്റെ ഇരുചക്ര വാഹനത്തിൽ KSRTC ബസ് തട്ടിയതോടെ മീൻ മുഴുവൻ റോഡിൽ ചിതറി. കണ്ടക്ടറും ഡ്രൈവറും ഇറങ്ങി മീൻ വിൽപ്പനക്കാരോട് സംസാരിക്കുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന സമീപവാസിയായ ഷിഫ്ന ഷമീർ ആരോടും ചോദിക്കാതെ മീനുകൾ പിറക്കി കുട്ടയിലിടാൻ തുടങ്ങി. ചുറ്റുമുള്ള ഒച്ചയും ബഹളവും അവൾ ശ്രദ്ധിച്ചതേയില്ല. മുഴുവൻ മീനും വാരി കുട്ടയിലിട്ട ശേഷമാണ് ഷിഫ്ന മടങ്ങിയത്. സംഭവം നമുക്ക് വ്യക്തമാണ്. അതായത് അവിടെ തർക്കത്തിൽ ആ മനുഷ്യൻ, പാവപ്പെട്ട മീൻ കച്ചവടക്കാരൻ KSRTCക്കാരുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അയാൾ വരാനിരിക്കുന്നു. അവിടെ ഈ പെൺകുട്ടി, ഷിഫ്റ്റ് എന്ന പെൺകുട്ടി, ഈ മീൻ മുഴുവനും വാരി കൊട്ടയിലിട്ടിട്ട് പോകുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് ഈ സുവിശേഷ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഇതാണ്. ഈ മീൻ കുട്ടയും ചിതറിത്തെറിച്ച് കിടക്കുന്ന മീൻ അവിടെ ഉണ്ട്. ഈ പെൺകുട്ടി ആ മീൻകുട്ടയിലേക്ക് ആ റോഡിൽ നിന്നും മീൻ വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്നവരുണ്ട്, ഈ തർക്കം കണ്ടുകൊണ്ട് നിൽക്കുന്നവരുണ്ട്, ഈ ഫോട്ടോ എടുത്ത ആൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അല്ലെങ്കിൽ അതുവഴി കടന്നുപോയ അനേകരുണ്ട്. സത്യത്തിൽ ഈശ്വനാഥൻ വിധി പ്രസ്താവിക്കുകയാണ്. ഈ രംഗത്തിന്റെ വിധി പ്രസ്താവിക്കുമ്പോൾ ഈ പെൺകുട്ടി ഒഴികെ അതുവഴി നടന്നുപോയ സകലരും വിധിക്കപ്പെടും. കാരണം ഈ പെൺകുട്ടി ചെയ്ത ഒരു നന്മ പ്രവൃത്തിയെയാണ് വളരെ കാര്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടി നന്മ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അവിടെ നോക്കുകുത്തികളായി നിന്നവർ, അല്ലെങ്കിൽ അതുവഴി കടന്നുപോയവർ, നന്മ ചെയ്യാതെ കടന്നുപോയവർ, അവർ ഉപേക്ഷയാൽ ഉള്ള പാപം ചെയ്തിരിക്കുകയാണ്. അവരാ ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപേക്ഷയാനുള്ള പാപം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഈശോ പറഞ്ഞ കഥ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെയാണ് ഇങ്ങനെ ചില കഥയൊക്കെ വായിക്കുമ്പോൾ, ഉപമയൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ഓരോ വരികളിലും വാക്കിലും ഒക്കെ ഇങ്ങനെ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ദിവസത്തെ വായന ഭാഗങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ നീതി എന്ന് പറയപ്പെടുന്ന വാക്ക് തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ ആവർത്തിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാം പേര് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമാണ്. ആമോസ് നമുക്കറിയാം പ്രോഫിറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. സാമൂഹ്യ നീതിയെ ചേർത്ത് വെച്ച് പറയുന്ന, അല്ലെങ്കിൽ ആ പ്രവാചകന്റെ വാക്കുകളിലുടനീളം നമുക്കിങ്ങനെ നീതി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നാളത്തെ വായനയിലും അങ്ങനെ തന്നെയാണ്, നീതിയെക്കുറിച്ചാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. നമ്മൾ ഈ 6-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അതിങ്ങനെ വലിയ ആർഭാടത്തോടു കൂടി ജീവിക്കുകയും ഏറ്റവും വില കൂടിയ കാര്യങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ട് ദരിദ്രനെ അവന്റെ കഷ്ടപ്പാടുകളെയും കാണാതെ പോവുകയും ചെയ്യുന്ന അവർക്ക് സംഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ കുറിച്ചാണ് ആമോസ് പ്രവാചകന്റെ ഭാഗത്ത് നമ്മൾ 1-ാം വായനയിട്ട് വായിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിലെ ഒരു വാക്യം ഒന്ന് വായിക്കാം. ആമോസ് 5:24. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാൽ പോലെയും. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാൽ പോലെയും. ആമോസ് 5:24. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിപ്പറ്റത്തിൽ നിന്നും കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്നും പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പിന്നെ വലിയൊരു പാർട്ടി സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് വീണാനാദത്തോടുകൂടി പാട്ടുകളൊക്കെ പാടി അങ്ങനെ അവര് അതിൻ്റെ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്ത് ജീവിക്കുന്നവർക്ക് നാശം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗമാണ് നമ്മൾ 1-ാം വായനയായിട്ട് വായിക്കുന്നത്. നമ്മൾ 2-ാം വായനയായിട്ട് വായിക്കുന്ന 1 തിമോത്തിയുടെ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നുമാണ്. അവിടെ കൃത്യമായിട്ടും
അല്ലയോ ദൈവത്തിന്റെ മനുഷ്യ, നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത. 6 കാര്യങ്ങളാണ് പറയുന്നത്. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വെക്കുക. എന്നിട്ട് അങ്ങനെ നീതിപൂർവ്വം ജീവിക്കുക. അപ്പൊ ഇവിടെയും നീതി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം, നീതി എന്ന വാക്കാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു 3 കാര്യങ്ങളിലേക്ക് വരും. അതിനു മുമ്പ് ഈ ഉപമയൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. കൃത്യമായിട്ട് ഈ ഉപമ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇവിടെ പാരലായിട്ട് ഒരു 7 കാര്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധനവാനെ കുറിച്ച് പറയുന്ന ഒരു വർണ്ണനയാണ്. ധനികനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തിരുന്നു. ആർഭാടപൂർവ്വം ഭക്ഷിച്ച് ആഹ്ലാദിക്കുകയായിരുന്നു അവൻ. അവന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ് ചെമന്ന പെട്ടും മൃദുല വസ്ത്രവും ധരിച്ചിരുന്നു. ഈ ചെമന്ന പെട്ടും മൃദുല വസ്ത്രവും ധരിച്ചിരുന്ന ഈ മനുഷ്യൻ സത്യത്തിൽ അയാളൊരു ദുഷ്ടനാണ് എന്ന് പറയുമ്പോൾ അയാൾ ദുഷ്ടതരം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നന്മ ചെയ്തില്ല എന്നതാണ് അയാളുടെ ദുഷ്ടതരം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ ഈ പടിവാതിൽക്കൽ കിടക്കുന്ന ലാസർ എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന ഉപേക്ഷയുള്ള പാവമാണ് ഏറ്റവും ഗൗരവമുള്ളൊരു പാവമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഈശോ പറഞ്ഞ കഥകളിൽ കാരുണ്യപ്രവൃത്തിയെ കുറിച്ച് പറയുന്ന മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് വിധി പ്രസ്താവിക്കുന്നുണ്ട്. എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല, ദാഹിച്ചു കുടിക്കാൻ തന്നില്ല എന്ന് പറയുന്ന ഭാഗത്താണ് അവിടെ ഇവരെ ഇതൊന്നും ചെയ്യാതിരുന്ന, നന്മ ചെയ്യാതിരുന്നവരെല്ലാം നരകാഗ്നിയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന ഭാഗത്തല്ല അവസാനിക്കുന്നത്. ഇതുപോലെ നരകാഗ്നിയിലേക്ക് എറിഞ്ഞു എന്ന് പറയപ്പെടുന്ന മറ്റൊരു ഭാഗവും നമുക്കിവിടെ ലൂക്കായുടെ സുവിശേഷം വായിക്കാൻ പറ്റുന്നത് ഈ കഥയിലാണ്. ഈ കഥ വളരെ വ്യക്തമായിട്ടും ഈ ധനവാൻ നരകാഗ്നിയിലേക്ക് പോയി, അല്ലെങ്കിൽ ധനവാൻ നരകത്തിലേക്ക് പോയി, ലാസർ അബ്രാഹത്തിന്റെ മടിത്തട്ടിലേക്കും പോയി. ഇനി നമ്മൾ ഈ ചെമന്ന പട്ടെന്ന് പറയപ്പെടുന്ന ഭാഗം നമ്മൾ പിന്നീട് എവിടാണ് വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 19:5 പറയുന്നതനുസരിച്ച് പീലാത്തോസിന്റെ അരമനയിൽ ഇങ്ങനെ ദേഹമാസകരും അടിയൊക്കെ കൊണ്ടു നിൽക്കുന്ന ഈശോയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവനോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. ചെമന്ന മേലങ്കി ധരിച്ചു വരിക. അപ്പൊ ഇവിടെ നമ്മള് ഈ ഒരു യോഹന്നാൻ സുവിശേഷം വരാൻ പോകുന്ന ചെമന്ന മേലങ്കി ധരിച്ച് നിൽക്കുന്ന ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന അടി കൊണ്ട് ആ സകല അവഹേളനങ്ങളും ഏറ്റുവാങ്ങി നിൽക്കുന്ന യേശു എന്ന മനുഷ്യനെ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇവിടെ അതിന് പാരലായിട്ട് ദുഷ്ടനായ ഒരാൾ, ചെമന്ന പട്ട് ധരിച്ച് നിൽക്കുന്ന ഒരാളെ നമ്മൾ കാണുകയാണ്. ധനികനായ ഈ മനുഷ്യൻ, ധനികനായ ലാസറിനോട് കരുണ കാണിക്കാത്ത വ്യക്തി, അയാളെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ്, ആ ധനികനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ചെമന്ന പട്ട് ധരിച്ച ഒരു ദരിദ്ര നിൽപ്പുണ്ട്. ഇതാ മനുഷ്യൻ എന്ന് പീലാത്തോസ് പറയുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈശോ പറയുന്നത് ഇയാളെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈശോയെ കാണാനായിട്ട് സാധിക്കുക. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ സമ്പന്നത എന്ന് പറയപ്പെടുന്നത് സ്വത്ത് വകകളൊക്കെ ആയിട്ട് ഇയാളുടെ എങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്ന പറയുന്ന ഒരു കാര്യം പറയേണ്ടതാണ് സമ്പന്നനായ ധനികനായ മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സകലതും മനുഷ്യർക്ക് വേണ്ടി വ്യയം ചെയ്തുകൊണ്ട് എല്ലാം കൊടുത്തു. ഈ തൻ്റെ സന്ദേശങ്ങൾ കൈമാറി, തനിക്കും ഉള്ള എല്ലാ കരുണയും നൽകിക്കൊണ്ട് സൗഖ്യം നൽകി, അതുപോലെ തന്നെ അന്ത്യത്താഴത്തിൽ തൻ്റെ ശരീരവും നൽകി. അങ്ങനെയൊക്കെ സകലതും മനുഷ്യർക്ക് വേണ്ടി വിട്ടുകൊടുത്ത് അടികൊണ്ട് അവന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സകല വേദനകൾ ഏറ്റെടുത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ്, ചുമന്ന മേലങ്കി ധരിച്ച് നിൽക്കുമ്പോഴാണ് ഇതാ മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യത്വമില്ലാത്ത ഒരാൾ ചുമട്ടും ധരിച്ച് ഈ ദരിദ്രനെ പടിവാതിൽക്കൽ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആള് ചുമന്ന വസ്ത്രം ധരിച്ച് നിൽക്കുന്നു പറയുന്നു. അയാൾക്ക് പകരം അതല്ല മനുഷ്യൻ ഇവനാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈശോ ആ ചെമന്ന മേലങ്കി ധരിച്ചു വരുന്നു എന്ന് പറയപ്പെടുന്ന ഭാഗം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെമന്ന വസ്ത്രം എന്ന് പറയുന്നത് ഈ രണ്ടിടത്ത് നമ്മൾ കാണുന്നു. നമ്മൾ വ്യക്തമായിട്ടും ബൈബിളില് ഈ സുവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വായിച്ചു കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ ഈ ഒരു ദരിദ്രൻ അവിടെ കിടക്കുമ്പോൾ, ദരിദ്രൻ വ്രണബാധിതനായി കിടക്കുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നതുകൊണ്ട് വിശപ്പെടുക്കാൻ അവൻ ആഗ്രഹിച്ചു. മാത്രമല്ല നായ്ക്കൾ വന്നവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ഇവിടെ ലാസർ എന്നൊരു പേര് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. മുമ്പും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞ ഒട്ടനവധി കഥകളുണ്ട്, കുറേ കഥകളുണ്ട്.
ഈ ഒരു കഥയിലും ലാസർ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ കൊടുത്തിരിക്കുന്ന പോലെ വേറൊരാൾക്ക് കഥാപാത്രത്തിന് പേര് കൊടുത്തിട്ടില്ല ഈശോ. ഈ ഒരു ഒറ്റ കഥയിൽ മാത്രമേ ഒരു കഥാപാത്രത്തിന് ഈശോ പേര് കൊടുത്തുള്ളൂ, ലാസർ. എലയാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം മാത്രം സഹായത്തിനുള്ളവൻ, മറ്റാരും അവനെ സഹായിക്കരുത്, ദൈവം അവനെ സഹായിക്കും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ലാസർ. സത്യത്തില് ബൈബിൾ മുഴുവൻ വായിച്ചിട്ട് അതിനകത്തുനിന്ന് ജോബിന്റെ പുസ്തകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് പറയുകയും പ്രത്യാശ എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തിൽ, ഒരു പുണ്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തൊരു വിശുദ്ധനുണ്ട് നമുക്ക്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു. അദ്ദേഹം പിന്നീട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവനാകുമ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്ത പേര് ദേവസഹായം എന്നായിരുന്നു, ലാസർ, ദേവസഹായം പിള്ള. അപ്പൊ ആ പ്രത്യാശയോടുകൂടി ജീവിക്കുകയാണ്, ദൈവം എന്നെ സഹായിക്കും എന്ന പ്രത്യാശയോടുകൂടി. ആ ബൈബിളിൽ നിന്നും ആ ഡിലനോയ്ക്ക് ഇടപെട്ടതിന്റെ പേരിൽ ഡിലനോയ് കൊടുത്ത ബൈബിളൊക്കെ വായിച്ചിട്ട്, ഡച്ച് നവീന ഡിലനോയ് കൊടുത്ത ബൈബിളൊക്കെ വായിച്ചിട്ട് ആ ബൈബിൾ അയാൾ കൃത്യമായും ഈ നീലകണ്ഠപിള്ളയെ ബൈബിളിന്റെ സന്ദേശമൊക്കെ പഠിപ്പിച്ചു മുമ്പോട്ട് പോയി. അതിനകത്തൊന്നും ഏറ്റവും തന്നെ സ്പർശിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ജോബിന്റെ പുസ്തകമായിട്ടാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. ആ മനുഷ്യൻ ആ പേര് സെലക്ട് ചെയ്തെങ്കിൽ എത്രത്തോളം ഇത് മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഒരു സുവിശേഷ ഭാഗത്തെയും ഈ ലാസർ എന്ന് പറയപ്പെടുന്ന ആള്, ഈശോയ്ക്ക് പ്രിയപ്പെട്ട ഒരാള് ലാസർ എന്ന് പറയുന്ന ഒരു റിയൽ പേഴ്സണാലിറ്റി ഉണ്ട് ബൈബിളില്, മർത്തയുടെയും മറിയത്തിന്റെയും സഹോദരനായ ലാസർ. പക്ഷെ അതല്ല, ഈശോ പറഞ്ഞ കഥയിലെ ലാസറിനെ തന്നെ ആയിരിക്കണം ദേവസഹായം മനസ്സിലാക്കി. അതുകൊണ്ട് ദേവസഹായം എന്ന പേര് സ്വീകരിച്ച് ദൈവസഹായമായിട്ട് വരും ഈ ദരിദ്രന് എന്ന രീതിയിൽ ആ പേര് നമുക്ക് കാണാൻ സാധിക്കും. എന്നാണ് നമുക്ക് തിരികെ വരുമ്പോഴത്തേക്ക് നായ്ക്കൾ വന്നവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു എന്ന് പറയുന്നത്. നായ്ക്കൾ വന്ന് വ്രണങ്ങൾ നക്കിയിരുന്നു. നമ്മൾ ബൈബിളില് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തില് ഏലിയ പ്രവാചകന് കാക്ക ഈ അപ്പം കൊണ്ട് കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കും. കാക്കകൾ അവന് അപ്പം കൊണ്ട് കൊടുക്കും ദൈവം പറയും, എന്നിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കുന്നതിന്റെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഈ തോബിത്തിന്റെ പുസ്തകത്തില് സത്യത്തിൽ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ലേഷൻസിൽ അതിന്റെ മൂലകൃതിയിൽ ഉണ്ടായിരുന്നു, ചില ഗ്രീക്ക് പതിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ റഫേൽ മാലാഖ അന്യാസ് എന്ന പേരിൽ കൊച്ചു തോബിയാസിന് കൂട്ടുപോകുന്ന സമയത്ത് ഒരു പട്ടി കൂടെ ഉണ്ടായിരുന്നു. കൊച്ചു തോബിയാസിന്, തോബിത്തിന്റെ ഒരു പട്ടി കൊച്ചു തോബിയാസിന് കൂടെ പോയിരുന്നു. അത് ഈ മീൻ ആക്രമിക്കുന്ന സമയത്ത് ഈ പട്ടിയുടെ സഹായം കാണുന്നുണ്ട് ബൈബിളില്. പിന്നെ അവസാന ഭാഗത്തുമ്പോഴത്തേക്ക് തോബിത്തിന്റെ കണ്ണില് കാഴ്ച നൽകാൻ വേണ്ടി ഈ മീനിന്റെ കയ്പ് എടുത്ത് സൂക്ഷിക്കാൻ പറയും. ശങ്കരൽ പുകച്ചു അസ്മേദൂസിനെ ഓടിച്ചു, പിന്നെ ഈ കയ്പ് എടുത്ത് സൂക്ഷിക്കാൻ പറയും. ഈ കയ്പ് കൊണ്ടു കൊടുക്കുന്ന ഈ പട്ടിയാണ്. അപ്പൊ ഈ സംഭവം പക്ഷെ നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണുന്നില്ല. അങ്ങനൊരു സംഭവം റഫേൽ മാലാഖയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഫേൽ മാലാഖയുടെ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ വരും പലതിലും, പല പഴയ പെയിന്റിങ്ങുകളിലൊക്കെ ഈ കൊച്ചു തോബിയാസിനെ വിളിച്ച് റഫേൽ മാലാഖ ഇങ്ങനെ പോകുമ്പോൾ തോബിയാസിന്റെ കയ്യിൽ മീനുണ്ട്, കൂടെ ഒരു പട്ടിയുണ്ട്. അപ്പൊ ഈ പട്ടി സഹായത്തിന് എന്ന് പറയുന്ന സംഭവം വായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു മൃഗങ്ങൾ വഴി ഇപ്പൊ നോഹയുടെ പെട്ടകത്തിന് വന്ന പറന്നു വന്ന പ്രാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ബൈബിളിലെ പലയിടങ്ങളിലും ഇങ്ങനെ ദൈവത്തിന്റെ കരുതൽ, ദൈവപരിപാലന, ഗോഡ്സ് പ്രോവിഡൻസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ മൃഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തിന്റെ അവന്റെ വ്രണങ്ങളിലെ നായ്ക്കള് നക്കി തുടച്ചുകൊണ്ടിരിക്കുക. ഒരു ഗോഡ്സ് പ്രോവിഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനായി പടിവാതിൽക്കൽ കിടക്കുന്നത്. സത്യത്തിൽ അവനെ ആക്രമിക്കേണ്ടതാണ് പട്ടി. നമ്മുടെ ജസബേലിന്റെ സംഭവമൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോഴത്തേക്ക് പട്ടികൾ വന്ന് അത് തിന്നു കളഞ്ഞു പറയുന്ന അങ്ങനെ കുറെ സംഭവം നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പൊ ഈ സത്യത്തിൽ അതിങ്ങനെ അവനെ ആക്രമിക്കേണ്ട ഒരു ജീവി അവന്റെ മുറിവ് നക്കി തുളച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു പറയുന്ന ദൈവപരിപാലനം അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ധനികൻ അയാളെ ശ്രദ്ധിക്കാത്തപ്പോൾ പോലും ദൈവപരിപാലനം അവനോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് വേണം ഈ നായ്ക്കൾ അതിന്റെ വ്രണങ്ങൾ നക്കിയെന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ രണ്ടുപേരും മരിച്ച് ദൈവദൂതന്മാർ അബ്രഹാത്തിന്റെ മടിത്തട്ടിലേക്ക് ഈ ദരിദ്രനെ എടുക്കുന്നു. ധനികൻ അടക്കപ്പെട്ടു. അങ്ങനെ ധനികൻ അടക്കപ്പെട്ടു. പക്ഷെ ധനികൻ അടക്കപ്പെട്ടു, അവൻ നരകത്തിലേക്ക് പോയി എന്ന് പറയുന്ന ഭാഗം വായിച്ചു. ഈ അബ്രഹാത്തിന്റെ മടി എന്ന് പറയുന്നത് 2 പ്രാവശ്യം പറയുന്നുണ്ട്. അബ്രഹാത്തിന്റെ മടിയിലേക്ക് അവൻ സംഭവിക്കപ്പെട്ടു. പിന്നെ പറയാം ദൂരെ അബ്രഹാത്തിന്റെ മടിയിൽ ലാസറിനെ അവൻ കണ്ടു. അങ്ങനെ 2 പ്രാവശ്യം ഈ മടിത്തട്ടിൽ കിടക്കുന്ന ഈ അബ്രഹാത്തിന്റെ മടിത്തട്ട് എന്ന് പറയുന്ന സംഭവം വായിക്കുന്നുണ്ട്. ഈ അബ്രഹാത്തിന്റെ മടിത്തട്ട് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തില് ജൂത പാരമ്പര്യ പ്രകാരം നീതിമാന് കിട്ടുന്ന പ്രതിഫലമായിട്ടൊക്കെ പറയുന്നത്. നീതിമാൻ അബ്രഹാത്തിന്റെ മടിത്തട്ടിലേക്ക് പോകുന്നു. മറ്റൊരർത്ഥത്തിൽ കൂടെ നമുക്കിത് വായിച്ചെടുക്കാം. ഈ ധനികൻ വിളിക്കുന്ന വിളിയുണ്ട്,
അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമെ എന്നിൽ കനിയണമേ. പിതാവായ അബ്രഹാം, വിശ്വാസികളുടെ മുഴുവൻ പിതാവാണ് അബ്രഹാം. ഈ ആൾക്ക് ഇത് ബോധ്യപ്പെട്ട് നരകത്തിൽ കിടക്കുമ്പോഴാണ്. അതായത് പിതാവ് അബ്രഹാം ആണെങ്കിൽ അബ്രഹാത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ലാസർ എന്റെ സഹോദരനാണ്. പക്ഷെ ഇയാൾക്ക് ഇത് ഭൂമി വെച്ച് പിടികിട്ടിയില്ല. നരകത്തിൽ പോയി കിടക്കുമ്പോഴാണ് ഇത് പിടികിട്ടുന്നത്. അബ്രഹാം അപ്പനാണെന്നും ഈ അബ്രഹാത്തിന് മടി കിടക്കുന്ന ലാസർ എന്റെ സഹോദരനാണെന്നും. പക്ഷെ ഈ സാഹോദര്യം അയാൾ ഭൂമിയിൽ കാണിച്ചില്ല. ഈ സാഹോദര്യം ഭൂമിയിൽ കാണിക്കാനായിട്ട് അയാൾ മനസ്സുണ്ടായിരുന്നെങ്കിൽ അയാൾ ആ ഉപേക്ഷ എന്ന ഭാവത്തിൽ പെടുകയില്ലായിരുന്നു. ഇതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ബോധ്യം അയാൾക്ക് കിട്ടി. പക്ഷെ ഈ ബോധ്യം ഈ സുവിശേഷ ഭാഗം വായിക്കുകയും ഈ കഥ വായിക്കുകയും ചെയ്യുന്ന നമുക്ക് കിട്ടണം. നമ്മളെ കൊണ്ട് ചിന്തയുണ്ടാണ്, അബ്രഹാം അപ്പനാണ്, വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണ്, അല്ലെങ്കിൽ സ്വർഗസ്നായ അപ്പൻ. നമ്മള് ജീവിതപാരമ്പര്യത്തിൽ നമുക്ക് ഈ കഥ വായിക്കുമ്പോഴത്തേക്ക് അവതരിപ്പിക്കുമ്പോഴേ യേശു പറയുന്നത്. പക്ഷെ നമ്മള് സ്വർഗസ്നായ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ബോധ്യം ഇല്ലാതെ പോകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആ ബോധ്യം നമുക്കില്ലാതെ പോകുന്നു. ഈ ബോധ്യത്തിലേക്കുള്ളൊരു ക്ഷണം കൂടിയായിട്ട് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ മൂന്നാമത് കാണുന്നത്, അബ്രഹാത്തിനും എടുത്തിട്ട്. നാലാമത് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഈ ലാസറിനെ എൻ്റെ അടുത്തേക്ക് അയക്കണം. അവന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായിട്ട് ലാസറിനെ അയക്കണമേ. ഇതാണ് ഇയാളുടെ പ്രാർത്ഥന. വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ അയക്കണമേ. അപ്പൊ ഇങ്ങനെ ആ ഒരു കെയറിങ് എനിക്ക് കിട്ടണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നില്ല. അതാണ് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നത്. അത് പറ്റത്തില്ല എന്ന് അബ്രഹാം പറയുന്നുണ്ട്. അവിടെ ഒരു വലിയ ഗർത്തം കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ നീർപ്പഞ്ഞി മുക്കി നാവിൽ വെച്ചൊരു സംഭവം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യം. നമ്മൾ അത് ഈശോയുടെ സംഭവം നമ്മൾ വായിക്കുന്നത്. ആ സംഭവം ഇങ്ങനെയാണ്. നമ്മള് 19-ാം അധ്യായം 29-ാം വാക്യം. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരി കുതിർത്തൊരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. ആ വിനാഗിരി സ്വീകരിച്ചിട്ട് എല്ലാം പൂർത്തിയായി എന്ന് ഈശോ പറയുന്നു. നമ്മൾ അങ്ങനെ രംഗം വായിക്കുന്നുണ്ട്. ഒരു നീർപ്പഞ്ഞിയിൽ ഇങ്ങനെ വിനാഗിരിയാണത്, പക്ഷെ ഇങ്ങനെ ഈശോയുടെ ചുണ്ടോട് അടുപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ഈശോ ചെയ്ത എല്ലാ സ്നേഹപരമായ ഇടപെടൽ, കാരുണ്യത്തിനും ഒക്കെ ഒരു പ്രതികരണം എന്ന രീതിയിൽ നമ്മൾ അവിടെ അത് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പീഡാസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അതൊരു ശിക്ഷ എന്ന രീതിയിലൊക്കെ നമ്മളത് വായിക്കുന്നെങ്കിൽ പോലും ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കണം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ പാരലായിട്ട് നമുക്ക് വായിക്കാത്തൊരു കാര്യമാണ് ഈശോയുടെ ആ അവസാന നിമിഷം അവന്റെ നാവിൽ ഒന്ന് തണുപ്പിച്ചു കൊടുക്കാൻ ഒരിത്തി വെള്ളം കൊടുക്കുന്ന രീതിയിൽ ആ ഒരു പ്രതികരണം ഉണ്ടാകുന്ന നമ്മൾ വായിക്കാം. ഈശോ പറയാൻ എല്ലാം പൂർത്തിയായി. കാരണം ഞാൻ ചെയ്തതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം കൂടി എനിക്ക് വാങ്ങിച്ചിട്ട് പോയി എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഈ മനുഷ്യന് കിട്ടുന്നില്ല. നിനക്ക് കിട്ടിയില്ലെന്ന് പറയുക. ഇനി നമ്മൾ 5-ാമത്തെ വായിക്കുന്നത് ഒരു വലിയ ഗർത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയൊരു ഗർത്തം സ്ഥാപിക്കപ്പെട്ടു. അതായത് ഇവിടെ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കത്തില്ല. ലാസറിന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതിന്റെ നാവില് വെള്ളം ഇറ്റ് തരാനായിട്ട് അവന് പറ്റത്തില്ല. ഇവിടെ വലിയ ഗർത്തമുണ്ട്. എന്താണ് ഈ ഗർത്തം? സത്യത്തിൽ ഈ ഗർത്തത്തിന്റെ അകലം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ പടിവാതിലിന്റെ അകലമാണ്. ധനികന് ദരിദ്രൻ ആയ ലാസറിന്റെ അരികിലേക്ക് എത്താൻ അവന്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടപ്പുണ്ടായിരുന്നു എന്നാണ് 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. 16-ാം അധ്യായത്തിലെ 20-ാമത്തെ വാക്യം. പടിവാതിക്കൽ, അവന്റെ തീന്മേശയിൽ നിന്നും പടിവാതിൽ വരെയുള്ള ദൂരമാണ് ഈ ഗർത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഈ പടിവാതിൽ എന്ന് പറയുന്ന വാക്ക് 20-ാമത്തെ വാക്യത്തിലും വാക്ക് 20-ാമത്തെ വാക്യത്തിൽ 26-ാമത്തെ വാക്യത്തിലായിട്ട് ഗർത്തം, വലിയൊരു ഗർത്തം എന്ന് പറയപ്പെടുന്ന ഒരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ സത്യത്തില് ഈ തീന്മേശയിൽ നിന്നും അല്ലെങ്കിൽ നിന്റെ സമൃദ്ധിയുടെ ഇടത്ത് നിന്നും ആ ദരിദ്രൻ കിടക്കുന്ന ഇടം വരെയുള്ള ദൂരമാണ് നിന്റെ മരണാനന്തരം നിനക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഗർത്തത്തിന്റെ അകലം എന്ന് പറയുന്നത്. അകലം നിനക്ക് കുറയ്ക്കാം. നമ്മുടെ സമൃദ്ധിയുടെ അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടോ, വലിയ സമൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടോ ആ നമുക്കുള്ളത് ഇല്ലാത്തവനും തമ്മിലുള്ള ഒരകലമുണ്ട്. നമ്മൾ നടന്ന് അവൻ്റെ അടുത്ത് എന്ന് അത് അവന് കൊടുക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഈ അകലം നമ്മൾ തീർത്തു. ഈ അകലം തീർത്താൽ ആ ഗർത്തവും തീരും. ആ ദൈവത്തിന്റെ നീതിയാണ് ഈ വലിയ ഗർത്തം എന്ന് പറയപ്പെടുന്നത്. ദൈവത്തിന്റെ നീതി ആണ് ഈ വലിയ ഗർത്തം. നമ്മളുടെ കരുണ കൊണ്ട് ഈ ഗർത്തത്തെ നമുക്ക് പൂട്ടിക്കളയാം. നമ്മുടെ സമൃദ്ധിയുടെ തീന്മേശയിൽ നിന്നും ദരിദ്രൻ കിടക്കുന്ന പടിവാതിൽക്കൽ വരെയുള്ള അകലമാണ്
ഈ ഗർത്തത്തിന്റെ അകരം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇല്ലായ്മ ചെയ്യാം, നമ്മളുടെ കരുണ കൊണ്ട് നമുക്ക് ഇതിനെ ഇല്ലായ്മ ചെയ്യാം. ഇതാണ് നമുക്ക് വായിച്ചെടുക്കുന്നത്. വളരെ അർത്ഥമുണ്ട്. ആ വലിയ ഒരു ഗർത്തം എന്ന് പറയുന്നത് അതിൽ ജസ്റ്റിസ് ഓഫ് ഗോഡാണ്, ദൈവത്തിന്റെ നീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ആറാമത്തെ കാര്യം നമ്മൾ വായിച്ചെടുക്കുന്നത്. അല്ല, അഞ്ചാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് വലിയൊരു ഗർത്തം ഉണ്ടായിരുന്നു പറയുന്നത്. പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്, അവന്മാരുടെ സ്വഭാവം വേറെ ഒന്നുമല്ല, അവന്മാർ ഇതൊക്കെ തന്നെ കാണിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അബ്രഹാമെ ഇവനെ ഈ ലാസറിനെ അവരുടെ അടുത്തേക്ക് അയക്കാൻ പറ്റും, അവിടെ ഗർത്തമില്ല, അങ്ങോട്ട് അയക്കാൻ പറ്റുമോ? അപ്പോൾ അബ്രഹാം പറയുന്ന കാര്യമുണ്ട്, അത് അയക്കാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല, വേണമെങ്കിൽ പോയിട്ട് വരാം. പക്ഷേ അങ്ങനെ അവനെ അയക്കുന്നില്ല. പറയുന്ന ഇതാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, തോറാ നബിയും മോശയും നിയമവും പ്രവാചകന്മാരും ഉണ്ട്, മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അതായത് അവർക്ക് ഈ പഠനങ്ങളെല്ലാം ഉണ്ട്, വിശുദ്ധ ലിഖിതം അവരോടൊപ്പം ഉണ്ട്, ഇവര് നടന്ന കാര്യങ്ങൾ അവരോടൊപ്പം ഉണ്ട്, ഈ പഠനങ്ങളെല്ലാം അവർക്കുണ്ട്, ടീച്ചിങ്സ് ഉണ്ട്, കാത്തലിക് ടീച്ചിങ്സ് ഉണ്ട്, കാറ്റഗിസം ഉണ്ട്, ഇതെല്ലാം അവർക്കുണ്ട്. അതെല്ലാം അവർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ്. ഈ തിയോളജി പഠിച്ചവൻ പോലും ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കാറ്റഗിസം പഠിച്ചവൻ ഇത് ചെയ്യുന്നില്ല. ഈ നമ്മളെല്ലാ കുദാശകളും സ്വീകരിക്കുന്നുണ്ട്, കാറ്റഗിസം പഠിക്കുന്നുണ്ട്. ഈ കാറ്റഗിസത്തിലെല്ലാം ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഒന്ന് സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ കാറ്റഗിസം പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തെങ്കിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങൾ എന്നെല്ലാം. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മനഃപൂർവമായ കൊലപാതകം, പ്രകൃതി വിരുദ്ധമായ അശുദ്ധഭാവങ്ങൾ, ദരിദ്രരെയും വിധവകളെയും അനാഥരെയും ഞെരുക്കുന്നത്, 4 വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്നത്. ജസ്റ്റിസ് നമ്മൾ ഓർത്ത് നോക്കി, ഇതിനകത്ത് നമ്മൾ പറയുന്ന പ്രകൃതി വിരുദ്ധമായ അശുദ്ധഭാവം എന്ന് പറയുന്നത് ഉൾപ്പെടെ അത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ജസ്റ്റിസുമായിട്ട് കണക്റ്റഡ് അല്ലെന്ന് നമ്മൾ ചെയ്തത്. പക്ഷേ മനഃപൂർവമായ കൊലപാതകം പ്രതികാരമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ ബാക്കി 2 കാര്യങ്ങളും ഡയറക്ട്ലി ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദരിദ്രരെയും അനാഥരെയും ഞെരുക്കുന്നത്, വിധവകളെ അനാഥരെയൊക്കെ ഞെരുക്കുന്നത് ഇൻജസ്റ്റിസ് ആണ്. അടുത്ത് പറയുന്നത് വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്നത് ഇൻജസ്റ്റിസ് ആണ്. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ കൃത്യമായ കൂലി നമ്മൾ കൊടുക്കുന്നുണ്ടോ? എപ്പോഴും ചിന്തിക്കുക. നമുക്ക് ഒരുപാട് കത്തോലിക്ക സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ സഭ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിലും സഭാവിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിലും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ അധ്വാനത്തിന് തക്ക പ്രതിഫലമൊന്നും മാത്രം അല്ല, അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കുന്നുണ്ടോ? അവർക്കൊരു മാസം എത്തിക്കാൻ പറ്റുന്ന അവരുടെ ജീവിതം, അവരൊരു ഭാര്യ മക്കളും ഒക്കെ ഉള്ള ഒരാളാണ് അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം, അവരുടെ ആ ഒരു 30 ദിവസം അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എങ്ങനെ പിടിച്ചെത്തിക്കാൻ പറ്റുന്ന ഒരു കൂലി നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഈ സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ഈശോ പറയുകയാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, എന്തോരം സോഷ്യൽ ടീച്ചിങ്സ് ഉണ്ട്. ലിയോ 14 റേരുന്ന വാരുന്നുണ്ട്, ചെന്തിയസിമൂസ് ആനൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് ഈ സോഷ്യൽ ടീച്ചിങ്സ്, അല്ലെങ്കിൽ 2-ാം വത്തിക്കാൻ സൂനോദോസിന്റെ സഭാ പഠനങ്ങൾ. അത് ഒന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകാത്ത ആൾക്കാരാണെങ്കിൽ കാറ്റഗിസത്തിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്, ബൈബിളിനകത്ത് ഇതുണ്ട്. ഈ കഥ തന്നെ പോരെ, ഇതെല്ലാം അവർക്കുണ്ട്. അവരിത് കാണിക്കട്ടെ, അവർ കരുണ ഉണ്ടോന്ന് അവർ നോക്കട്ടെ, അവർ ചെയ്യുമെന്ന് നോക്കട്ടെ. ഇതാണ് പറയുന്നത്, അബ്രഹാം പറയുന്നത്. ഇതെല്ലാം അവർക്കുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് ഒരാൾ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇയാൾ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ലാസ്റ്റ് പോയിന്റ്, 7th പോയിന്റ്, അയാൾ പറയുന്ന ഇങ്ങനെയാണ്, അങ്ങനെയല്ല അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ നിന്നും, പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്നും ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. മരിച്ചവരിൽ നിന്നും ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവൻ മാനസാന്തരപ്പെടും. ആരെയും മരിച്ചവരിൽ നിന്ന് ഒരുവൻ. ലാസറിനെ കുറിച്ച് നമ്മളിവിടെ ലാസർ പോയി പറയുന്നതിനെ കുറിച്ചാണ് ഈ കഥയിൽ. പക്ഷെ ഈ കഥ പറയുന്ന ആള് ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്, മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും, അത് ഈശോ മിശിഹായ. മരിച്ചവരെന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ലേ? അപ്പോ അബ്രഹാത്തിന്റെ മറുപടി രസകരം. അബ്രഹാം മറുപടി എങ്ങനെയാണ്, മോശയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്നും ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യപ്പെടത്തില്ല. അതായത് ഈ പറഞ്ഞ ടീച്ചിങ്സ്, ഈ പറഞ്ഞ സുവിശേഷവും വേദഗ്രന്ഥത്തിലെ പാഠങ്ങളും മതബോധനവും കാറ്റഗിസവും ഇതൊന്നും അവർക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. അതെല്ലാം പഠിച്ചിട്ടും അവർ അനീതിയിൽ ജീവിക്കുകയാണ്, അവർ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്, അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ളവരെ ഞെരിക്കൊണ്ടിരിക്കുകയാണ്, വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുകയാണ്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് പിടിച്ചു വെക്കുകയാണ്, അത് സ്വന്തം കീശയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൂരത്തിലായി അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഇതുവരെ ഇതൊന്നും പിടികിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈശോ മിശിഹായെ അവർക്ക് പിടികിട്ടാൻ പോകുന്നില്ല. മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്ന ഈശോയെ അവർക്ക് പിടികിട്ടത്തില്ല. ഇതാണ് വ്യക്തമായിട്ട്
പറയുന്ന ആ വാക്യത്തിന് ഭയങ്കര പഞ്ചുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കും, അബ്രഹാം പറയുന്ന വാക്യം, അബ്രഹാം പറയുകയാണ്, മോശയെയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യപ്പെടാൻ പോകുന്നില്ല. ഈശോ മിശിഹ നേരിട്ട് വന്ന് അവന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാലും അവന് പിടികിട്ടാൻ പോകുന്നില്ല. കാരണം അവൻ ആർത്തിപ്പെട്ടുപോയി, അഴിമതിപ്പെട്ടുപോയി, പിടികിട്ടത്തില്ല, അവന് തിരിച്ചറിവുണ്ടാകത്തില്ല. അവന് ബാക്കിയുള്ളവർ ദ്രോഹിച്ചുകൊണ്ട് അവനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും, അവൻ ഇനി നന്നാവാൻ പോകുന്നില്ല. ഇതാണ് വ്യക്തമായിട്ടും അവസാനത്തെ വാക്യം എന്ന് പറയുന്നത്. 31 വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ വ്യക്തം. അത് അപ്പൊ ഇതിങ്ങനെ തോറയും നബിയും മനസ്സിലാക്കിയിട്ടില്ലാത്തവന് കെത്തുബയും പിടികിട്ടത്തില്ല, ജ്ഞാനം പിടികിട്ടാൻ പോകുന്നില്ല, നിയമത്തെയും പ്രവാചകന്മാരെയും ഇതുവരെയുള്ള ടീച്ചിങ്സ് ഒന്നും പിടികിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഈശോയും പിടികിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് ലാസർ പോകുന്നില്ല എന്ന രീതിയിലാണ് കഥ അവസാനിക്കുന്നത്. വളരെ വളരെ നമ്മളിങ്ങനെ ഇതല്ല, ഇതിനും അപ്പുറത്തേക്ക് ഇനിയും കാര്യങ്ങൾ വായിച്ചിട്ട് കാണും. 7 കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അവതരിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈശോ ഇതെല്ലാം പറയുമ്പോൾ ഒരു മുൻഗണനാ ക്രമമുണ്ട്. മത്തായിയുടെ സുവിശേഷം 23:23 എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണ്, നീതി, കരുണ, വിശ്വസ്ത, ഇവയല്ലേ പ്രധാനം. അതായത് ആദ്യം വേണ്ടത് നീതിയാണ്. ഫസ്റ്റ് പറയുന്ന നീതിയെ കുറിച്ച്. നിനക്ക് നീതി ഉണ്ടെങ്കിലേ കരുണയുള്ളൂ. നീതിയില്ലാത്തവർ കാണിക്കുന്ന കരുണയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കരുണയാണ്. നമ്മൾ നോക്കിയാൽ നമ്മളത് ഒരുപാട് ഉദാഹരണങ്ങളിലൊന്നും പോകുന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും അത് വ്യക്തമായിട്ടും. ഉള്ളിലൊരു നീതിബോധമുള്ളവൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് ഒഴുകുന്നതിന്റെ പേരായി കരുണ. മദർ തെരേസയ്ക്ക് അങ്ങനെ. നമുക്കിങ്ങനെ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ടു. ഞങ്ങളുടെ സ്ഥാപനം ഇത്രാം തീയതി തൊഴിലാളി ദിനം പ്രമാണിച്ച് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു പശ്ചാത്തലം പ്രമാണിച്ച് കാരുണ്യപ്രവൃത്തി ഏർപ്പെടുകയാണ്. ഇത്രാം തീയതി ഇത്ര മണിക്ക് MLA വരും, മന്ത്രി വരും, ഇവരുടെ എല്ലാം പ്രസൻസിൽ നമ്മളൊരു കാരുണ്യപ്രവൃത്തി ചെയ്തു. 10 പേർക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. അട്ടർ നോൺസെൻസ്. അതൊരു കാരുണ്യപ്രവൃത്തിയേ അല്ല, അതൊരു കാരുണ്യപ്രവൃത്തിയേ അല്ല. മനസ്സിലാക്കണം. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളത് കാരുണ്യപ്രവൃത്തിയല്ല. ക്രിസ്തുവിനെ സംബന്ധിച്ചത് എന്താണ് കാരുണ്യപ്രവൃത്തി? കൺമുമ്പിൽ ഉണ്ടാവുന്ന അത്യാവശ്യ സന്ദർഭങ്ങളോട് സ്നേഹത്താൽ പ്രേരിതമായി പ്രതികരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കരുണ. കൺമുമ്പിൽ ഉണ്ടാകുന്ന ഒരു അത്യാവശ്യ സന്ദർഭം, എൻ്റെ ഉള്ളിൽ അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹം, അതിൻ്റെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ എന്നോണം ഞാൻ പ്രതികരിക്കുന്നു, ഞാൻ ഒരു മറുപടി പറയുന്നു, അല്ലെങ്കിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഒരു കൈ സഹായം ചെയ്യുന്നു, എൻ്റെ കൈ നീക്കുന്ന എടുത്ത് കൊടുക്കുന്നു. ഇതാണ് കരുണ. ഇതൊരു പ്രീ പ്ലാൻഡ് ഇവന്റ് അല്ല, ഇവന്റ് മാനേജ്മെന്റ് അല്ല. നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇത്ര മണിക്ക് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന ആൾക്കാരെല്ലാം വരും, ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്, വിളിക്കാവുന്ന മീഡിയ എല്ലാം വിളിച്ചിട്ടുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, കാരുണ്യ പ്രവൃത്തി. അട്ട നോൺസെൻസ്. ക്രിസ്തീയതയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു മ്ലേച്ഛ പരിപാടി വേറെയില്ല. മ്ലേച്ഛമായ ഇത്രയും ഒരു വൾഗറായിട്ടുള്ള പരിപാടി വേറെയില്ല. നിർത്തേണ്ട പരിപാടിയാണ്. അതാണ് കരുണയെ നമ്മൾ ചിന്തിക്കുന്നത്. ഈശോ പറയല്ല, നിന്റെ നീതിബോധത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതാണ് കരുണ. നിന്റെ കരുണ, നിനക്കുള്ള നീതിബോധത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതാണ് കരുണ. ആ കരുണ കൊണ്ടാണ് നീ നിന്റെ വിശ്വസ്തത തെളിയിക്കേണ്ടത്. നീതി, കരുണ, വിശ്വസ്തത. നമ്മൾ ഈ നോമ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം പറയുന്ന കാര്യമുണ്ട്. 6-ാം അധ്യായം 1 മുതൽ 4 വരെ ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. 5 മുതൽ 15 വരെ മറ്റൊരു ടോപ്പിക്ക് പറയുന്നുണ്ട്. 16 മുതൽ 18 വരെ ഒരു തേർഡ് ടോപ്പിക്ക് പറയുന്നുണ്ട്. എന്താണ് നോമ്പ്, ഉപവാസം, തപസ്? ഈ തപസ്സാചരണത്തിൽ വരേണ്ട 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തമായിട്ടും പ്രയോറിറ്റി വൈസ് ഈശോ പറയുകയാണ്. 1 ദാനധർമ്മം, 2 പ്രാർത്ഥന, 3 ഉപവാസം. നിന്റെ നീതിബോധത്തിൽ നിന്നും നീ നടത്തുന്ന ദാനധർമ്മം, നിന്റെ ഉള്ളറിഞ്ഞ് നീ നടത്തുന്ന ധർമ്മം, ഈ ദാനധർമ്മമാണ് 1ാമത്തെ കാര്യം. അത് ചെയ്യാത്തവന് പ്രാർത്ഥിക്കാൻ അവകാശമില്ല. ഇത് രണ്ടും ചെയ്യാത്തവന് ഉപവസിച്ചിട്ട് കാര്യവുമില്ല. അപ്പൊ 1ാമത് ചെയ്യേണ്ടത് ദാനധർമ്മം. അത് ചെയ്ത് ഉറപ്പിച്ചിട്ട് നീ പ്രാർത്ഥിക്കാനിരിക്കുക, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇത് രണ്ടും ചെയ്തിട്ട് നീ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉപവാസം. ഉപവാസം അല്ല പ്രധാനം. നമ്മൾ തപസ് എന്ന് പറയുമ്പോൾ ആദ്യം ഉപവാസത്തിൽ കയറി പിടിക്കും, എന്നിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ കുറെ പ്രാർത്ഥനകൾ ചൊല്ലി തീർക്കും. കാരുണ്യപ്രവൃത്തി തുടത്തേയില്ല. ഇത് തിരിച്ചയച്ചോളുന്നത്. ഫസ്റ്റ് ദാനധർമ്മം, 2 പ്രാർത്ഥന, 3 ഉപവാസം. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി പ്രയോറിറ്റി വൈസ് ആയിട്ട് നമ്മൾ ചോദിക്കും, നമ്മൾ ഇത് ഇങ്ങനെ കുമ്പസാരത്തിന് നമ്മൾ ജപം ചൊല്ലുമല്ലോ, കുർബാനയ്ക്ക് നമ്മൾ ചൊല്ലും, സർവശക്തനായ ദൈവത്തോട് സഹോദരി നിങ്ങളോട് ഞാൻ ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പറയുന്നുണ്ട്, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും. അതൊരു ഗ്രാഫാ. ആദ്യം വിചാരത്തിലുണ്ടാകുന്ന ഭാവം, ആ വിചാരത്തിലുണ്ടാകുന്ന ഭാവം അത് വാക്കായി മാറുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഗ്രേഡ് കൂടി, അത് പ്രവൃത്തിയായി മാറുമ്പോൾ വീണ്ടും അതിന്റെ ഗ്രേഡ് കൂടി, അത് ഉപേക്ഷയായി മാറുമ്പോൾ അങ്ങേയറ്റം എത്തി, സൂപ്പർലേറ്റീവ്, അങ്ങേയറ്റം എത്തി. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ പറയുകയാണ്, നിന്റെ വിചാരത്തിനൊരു പാപം ഉണ്ടായി,
അന്നേരം തന്നെ അത് പാപമാണ്. ഈശോ പറയുന്നത് വിചാരത്തിലുള്ള പാപം പാപം തന്നെയാണ്. പക്ഷെ അത് വാക്കായി മാറുന്നു, ഒരാളെ മുറിപ്പെടുത്തുന്നു, അത് ഇരട്ടിച്ചു, അത് പ്രവൃത്തിയായി മാറുന്നു, വീണ്ടും ഇരട്ടിച്ചു. അതിനപ്പുറമാണ് പിന്നെ പറയുന്നത് വിചാരത്തിനും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാലും അതിൻ്റെ അങ്ങേയറ്റം എത്തി. ഉപേക്ഷിക്കാനുള്ള പാവമാണ് അങ്ങേയറ്റത്തെ പാവം, ഇൻഡിഫറൻസ്. നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലർ പുലർത്തുന്ന നിശബ്ദതയുണ്ട്. സംടൈംസ് സൈലൻസ് ഈസ് ക്രൈം എന്നാണ് പറയുന്നത്. ചില സമയത്ത് നിശബ്ദത കുറ്റകൃത്യമാണ്, മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ല. നിശബ്ദത കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇടപെടാവുന്നൊരു സാഹചര്യം അനീതിയാണെന്ന് കണ്ടിട്ട് ഇടപെടാവുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ മിണ്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, അവനെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. നമ്മൾ പറയും ചിലപ്പോൾ ഒരു സ്ഥാപനം നശിച്ചുകൊണ്ടിരിക്കുക, ഓരോ തൊഴിലാളിക്കും അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അപ്പം മിണ്ടുന്നില്ല. അല്ല സീനിയർ തൊഴിലാളിമാർ ഒട്ടും മിണ്ടുന്നില്ല, സീനിയേഴ്സ് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞ് ജൂനിയേഴ്സ് മിണ്ടുന്നില്ല. അപ്പോൾ ഈ തൊഴിലാളികൾ ആരും മിണ്ടുന്നില്ല. ആ വമ്പൻ അഴിമതി നടന്നുകൊണ്ടിരിക്കുക, ഇത് തകർന്നുകൊണ്ടിരിക്കുക. ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്, അതൊരു ഉപേക്ഷയുള്ള ഭാഗത്തിനകത്ത് വരുന്ന സംഭവമാണ്. നമ്മൾ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നശിച്ചോട്ടെ, എനിക്ക് എൻ്റെ കാര്യം സേഫ് അല്ലേ, ഞാനത് നോക്കിയാൽ പോരെ. ഇതാണ് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുക. സഭയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വലിയ വലിയ അഴിമതിയൊക്കെ നടക്കുന്നുണ്ട്. അവരെന്തെങ്കിലും ചെയ്യട്ടെ, എൻ്റെ കാര്യം സേഫായിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞാനെന്തിനാ വെറുതെ മിണ്ടാൻ പോകുന്നത്? എൻ്റെ സീനിയറായിട്ട് എന്നെക്കാളും മുമ്പേ ഈ ജോലി കയറി എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരും മിണ്ടാത്ത എന്താ? അപ്പം ഞാനും മിണ്ടേണ്ട ആവശ്യമൊന്നുമില്ല, എന്തെങ്കിലും നടക്കട്ടെ ഇവിടെ. ഈ പരുവത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രീയത്തിനാണെങ്കിലും കത്തോലിക്ക സഭയിലാണെങ്കിലും ഇടവകളിലാണെങ്കിലും രൂപതയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെ ഉപേക്ഷയുള്ള ഭാവം, സൂപ്പർലേറ്റീവ് സിൻ എന്നാണ് നമുക്ക് വിളിക്കാൻ സാധിക്കുക. ഈ പാവത്തിന്റെ ഗൗരവം നമുക്ക് വ്യക്തമാക്കി തരുന്നത് ലൂക്ക എന്നൊരു സുവിശേഷകൻ ഈശോ പറഞ്ഞൊരു കഥയായിട്ട് ഈ കഥ പറഞ്ഞുകൊണ്ടാണ്. കാരണം ഈ ലൂക്കായ്ക്ക് പറയാൻ പറ്റത്തുള്ളൂ. ലൂക്കയുടെ സുവിശേഷം ദരിദ്രപക്ഷ സുവിശേഷമാണ്, ഒപ്പം കരുണയുടെ സുവിശേഷമാണ്. ഇനിയും ഇത് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയേണ്ടി വരും. പക്ഷെ നമ്മൾ ഇവിടെ നിർത്തിയ ചിന്തകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു നീതിയുടെ പാതയിലൂടെ എന്നെ നയിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ആമോസിന്റെ വാക്യം പറയുന്ന പോലെ നീതി ജലം പോലെ ഒഴുകട്ടെ, നീതി ജലം പോലെ ഒഴുകട്ടെ. എവിടുന്ന് അത് ഒഴുകുന്നത്? അതൊഴുകി തുടങ്ങുന്നത് കർത്താവിന്റെ വിലാവിൽ നിന്നാണ്. കുന്തമന് കുത്തി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകിയ, തിരുവിലാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ തിരു രക്തത്തെയും ജലത്തെയും നമ്മൾ വിളിക്കുന്ന പേര് കരുണയെന്നാണ്. പക്ഷെ സത്യത്തിൽ ആ നദിയുടെ പേര് നീതി എന്നാണ്. നീതിയുടെ ആ ജലമാണ് കരുണ. ആ നദി ഒഴുകുന്നു, കരുണ നമ്മളിലേക്ക് എത്തുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ നീതിച്ചാൽ ഒഴുകണമെന്ന് ഈശ്വരൻ വിശ്വസിക്കുന്നതിൽ നിന്നും വിശുദ്ധ രീതിം പ്രസ്താവിക്കുന്ന പോലെ നീർച്ചാൽ ഒഴുകി തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പം അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പാത പിൻചെന്ന് കഴിഞ്ഞാൽ ആ നീതിമാനെ പോലെ, ഈശോയെക്കുറിച്ച് പറഞ്ഞ എങ്ങനെയാണല്ലോ, കുരിശ് കിടക്കുന്ന വരുമ്പോഴത്തേക്കും അവസാനം പറയുന്നത് എങ്ങനെയാണ്? സത്യമായും അവൻ നീതിമാനായിരുന്നു. യേശുക്കുറിച്ച് ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുന്നത് എങ്ങനെയാണ്? നിശ്ചയമായും തീർച്ചയായും അവനൊരു നീതിമാനായിരുന്നു. മരണാനന്തരം നമ്മളെക്കുറിച്ചും അത് പറയാനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീതിബോധത്തിൽ ജീവിക്കാനുള്ള കൃപ പരിശുദ്ധാരൂപി നമുക്ക് തരട്ടെ. നസ്രായൻ നമ്മെ പഠിപ്പിക്കട്ടെ.